അങ്ങനെ ധ്യാനുട്ടൻ അവൻ്റെ ഷൂ ഇടാൻ പോവാണ് ഗൈസ്. കുറേ ദിവസമായിട്ട് ഇത് എടുത്ത് വെച്ചിട്ട് പക്ഷേ ഇതുവരെയ്ക്കും ഒന്ന് ഇട്ട് പോകാനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം 2 ആഴ്ച ഈ ഷൂ മേടിച്ചിട്ട് അങ്ങനെ ഫസ്റ്റ് ടൈം ഞങ്ങൾ ഇത് എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നെസ്റ്റോലൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഷൂ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭംഗി ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് ഒന്ന് ഷോ കാണിക്കുന്നത്. രസം അതല്ല കേട്ടോ, സംഭവം ഈ ലൈറ്റ് ആയതുകൊണ്ട് ആൾക്ക് ഭയങ്കര പേടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, വെള്ളത്തിൽ എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ ലൈറ്റ് എങ്ങനെ ഓഫായി പോകുമെന്ന് വിചാരിച്ചിട്ട് വെള്ളത്തിൽ ചവിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ കണ്ണമോനാണ് കേട്ടോ എടുത്ത് വെള്ളമുള്ള സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആൾ അവിടെ നിന്നാണ് കേട്ടോ പിന്നെ വണ്ടി കയറി നേരം ഓടിച്ചാടി കളിച്ചിരുന്നു. നമ്മൾ കൃതിമോളൊക്കെ ഇതൊക്കെ ഇരുന്ന് ഉറങ്ങൽ കഴിഞ്ഞു കേട്ടോ. കാറി കയറിയതും ആൾ ഉറങ്ങാറായി. അങ്ങനെ തന്നെ ഞങ്ങൾ നെസ്റ്റോയിലെത്തി. പിന്നെ നെസ്റ്റോ ഞങ്ങൾ ഏകദേശം അടുത്തായതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ എവിടെയും കറങ്ങാനും പോകാനില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ നെസ്റ്റോയിൽ പോക്ക് പതിവാണ് കേട്ടോ. സാധനങ്ങൾ മേടിക്കാൻ മാത്രമല്ല എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കുക, എല്ലാവരും കൂടെ ഒക്കെ ഇരുന്ന ഒരു ചെറിയൊരു ട്രിപ്പ് പോലെ അതാണ് നമ്മളിങ്ങനെ ഉദ്ദേശിച്ച് ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറി നമ്മുടെ പരിപാടി അല്ലെങ്കിൽ പര്യടനം തുടങ്ങാറായി കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ കയറി ഉടനെ തന്നെ അവർ എന്തൊക്കെ മേടിക്കണം എന്നുള്ളൊരു ലിസ്റ്റ് ഔട്ട് അല്ലെങ്കിൽ ചിന്തയിലാണ് കേട്ടോ. ആദ്യം പോയത് എന്തിനോ വേണ്ടി നെയിൽ പോളിഷിലേക്കൊക്കെ പോകുന്നുണ്ട്. ഞാനിട്ട് നെയിൽ പോളിഷും ഞാനിട്ടൊക്കെ നെയിൽ പോളിഷൊക്കെയാണ് ആദ്യം നോക്കുന്നത്. പിന്നെ ജസ്റ്റ് ഒക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് വന്ന് നമ്മൾ എന്തൊക്കെ മേടിക്കേണ്ടെന്ന് വിചാരിച്ചാലും അവിടുന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ടേ പോവുള്ളൂ. അതാണ് ഈ ഒരു എന്താ പറയുക സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പ്രത്യേകത. അങ്ങനെ കുഞ്ഞു സാധനങ്ങൾ എടുത്തെടുത്ത് അവസാനം അമ്മ പോയിട്ട് ഒരു നമ്മുടെ എന്താ പറയുക ആ ഒരു വണ്ടി തന്നെ എടുത്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിന് പർച്ചേസിങ് സാധനങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പതുക്കെ ഏകദേശം 3/4 ഭാഗത്തോളമായി. ഒന്നും മേടിക്കേണ്ടെന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷേ ഓരോന്ന് കണ്ടപ്പോൾ അമ്മയ്ക്കല്ലേ, അമ്മമാരാകുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ, അവർ മേടിച്ച് കുറേശ്ശൊക്കെ എന്താ പറയുക നമ്മുടെ ബക്കറ്റ് നിറയ്ക്കാറായിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കഴിക്കാൻ ഓരോ സാധനങ്ങളൊക്കെ മേടിച്ചു. ഓരോ വെറൈറ്റി സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് എടുത്ത് നോക്കാനും മേടിക്കാനൊക്കെ തോന്നും അവിടെ ചെന്ന് കഴിഞ്ഞാൽ. പക്ഷേ നമ്മുടെ മനഃശക്തി നമ്മൾ എല്ലാം അങ്ങനെ എടുക്കാനൊന്നും പ്രേരിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് കുറച്ചേ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സാധനമാണ് കേട്ടോ. എന്തൊരു വൃത്തിയാണ്, അങ്ങനെ കണ്ടു നിന്ന് പോകും ക്ലീൻ ചെയ്യുന്നത് കാണാൻ. ഇതുപോലെ ഒരെണ്ണം വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് പോയി. നമ്മളിവിടെ ഷോപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു കളി അല്ലെങ്കിൽ അവരുടെ ഒരു പ്ലേ ഗ്രൗണ്ട് ആയിരുന്നു അവിടെ കേട്ടോ. ബോറടിച്ചപ്പം അവർക്ക് എന്തെങ്കിലും കളിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണം. അപ്പം ഞാൻ ഒരൊറ്റ മാർഗ്ഗമേ കണ്ടുള്ളൂ, നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ എസ്കലേറ്റർ ആണ് കേട്ടോ. അവർ ഈ ഒരു സൈഡിൽ കൂടെ കയറും, അപ്പുറത്തൂടെ ഇറങ്ങി വരും. അപ്പോൾ അത് അവർക്ക് ഒരു നേരം പോക്കായി അവരെങ്ങനെ നേരെ പോയത് ടോയ്സിൻ്റെ സെക്ഷനിലേക്കാണ്. പറയാനുണ്ടോ, അവരുടെ വീട്ടിലെ ടോയ്സ് പോലെയാണ് കേട്ടോ അവിടുത്തെ ടോയ്സ് ഒക്കെ ഉപയോഗിച്ചിരുന്നത്. കൃതിമോളാണ് കേട്ടോ നിൽക്കുന്നത്. കൃതിമോളാണെങ്കിൽ അവിടെയുള്ള ടോയ്സ് എല്ലാം ഒന്ന് ആൾക്ക് പറ്റുന്നതാണോ. കുറേ കഴിഞ്ഞപ്പോൾ ആളെന്ത് ചെയ്തു, ആ ടോയ്സ് ഒക്കെ ആയിട്ട് അവിടെ ഇരുന്ന് കളിക്കൽ തുടങ്ങിയിട്ടോ. ഞാൻ അധികം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ചീത്ത കേട്ടാലും വിചാരിച്ചാൽ എല്ലാത്തിനും അവിടെ ഇങ്ങോട്ട് കൊടുക്കും. അങ്ങനെ അവിടെ നേരെ എല്ലാവരും കൂടെ കൊടുക്കുന്നത് ഈ ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ. അവിടെ കുഞ്ഞു ടോയ്സുകൾ വേറെ ഒക്കെ ഉണ്ട് കേട്ടോ, ഓരോ സംഭവങ്ങളൊക്കെ. അപ്പോൾ ധ്യാനുട്ടനും ലച്ചും കണ്ണമോനും കൂടെ ഓരോന്നും സെലക്ഷൻ തുടങ്ങി. ഒന്നും മേടിച്ചൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ രാത്രി ആയി കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ അവിടെ നിന്ന് ഇറങ്ങി.